ക്രാഫ്റ്റ് ലവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ഡസ്റ്റ് ഡെക്കറാണ്. ഡസ്റ്റ് ഡെക്കർ വീഡിയോസ് കണ്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡസ്റ്റ് ഡെക്കർ മാത്രം വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് മടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഈ ഐഡിയ ഒന്ന് മാറ്റി പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഡസ്റ്റ് ഡെക്കറിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഐസ്ക്രീം സ്റ്റിക്സ് ആണ് കേട്ടോ. ഞാനിങ്ങനെ പാക്കറ്റിൽ വാങ്ങി വെച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കാരണമാണ് അത് പുതിയ ചൂസ് ചെയ്തത് കേട്ടോ. നമ്മൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞ് വേസ്റ്റ് കളയാനായിട്ട് വെക്കില്ലേ, ആ ഐസ്ക്രീം സ്റ്റിക്സ് എടുത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടായാലും നമുക്ക് ഈ സംഭവം സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇതെന്തായാലും ഒരു വേസ്റ്റ് മെറ്റീരിയൽ റീസൈക്ലിംഗ് ഹാക്ക് വീഡിയോയും കൂടെയാണേ. എന്തായാലും ഇനി തൊട്ട് വെറുതെ എടുത്ത് കളയുന്ന ഐസ്ക്രീം സ്റ്റിക്സ് എന്തായാലും സൂക്ഷിച്ച് വെച്ച് ഈ ഒരു ഐഡിയ പരീക്ഷിച്ച് നോക്കും. ഞാൻ എന്തായാലും ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് 5 പീസസ് ആക്കി എടുത്തിട്ട് ഒരെണ്ണത്തിൽ വേറൊരു ഐസ്ക്രീം സ്റ്റിക്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് അല്ല, ഒന്ന് ചരിച്ചും തിരിച്ചും ഒക്കെ ആയിട്ടാണ് കേട്ടോ വച്ചിരിക്കുന്നത്. എന്നിട്ട് ബേസായിട്ട് വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ഉണ്ട് കോട്ട് ചെയ്തിട്ട് ഒരു ദിവസം അതിനെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടാണ് ഞാൻ അടുത്ത പണിക്ക് എടുത്തത് കേട്ടോ. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ ആക്രിലിക് പെയിൻറ്റ്സ് ആണ് കേട്ടോ. അത് കാണിക്കാനും കൂടെയാണ് ഡിസ്പ്ലേ ആയിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ കുറച്ച് പെയിൻറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം ഞാൻ റെഡ് ഷെയ്ഡ് ഓരോ സ്റ്റിക്കിനും ഓരോ ഷെയ്ഡ്സാണ് കേട്ടോ കൊടുത്ത് അറേഞ്ച് ചെയ്തത്. ആദ്യം ഒരു റെഡ് കൊടുത്തു, പിന്നെ ഒരു യെല്ലോ, പിന്നെ ഓറഞ്ച്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള റൂമൊക്കെ ഉള്ളവർ അതിലിങ്ങനെ ഡെക്കറായിട്ട് യൂസ് ചെയ്യാനും അങ്ങനെയൊക്കെ കളർഫുൾ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഐഡിയ ആണ്. ഞാൻ അത്യാവശ്യം കളർഫുൾ ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് കാരണം എനിക്ക് ഈ ഡെക്കർ എന്തായാലും ചെയ്തു നോക്കണമെന്ന് തോന്നി. സംഭവം ഒരു പിൻട്രസ്റ്റ് കോപ്പിയുടെ ഐറ്റം ആണ്. ഇപ്പോൾ ഉള്ള അത്യാവശ്യം ക്യൂട്ട് മിനി ഐറ്റംസിനെല്ലാം നമ്മൾ ഓടിച്ചെന്ന് തപ്പുന്നത് പിൻട്രസ്റ്റിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ പിൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മളങ്ങ് ജീവിച്ച് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ചില സമയത്തൊക്കെ. അങ്ങനെ ഡാർക്കർ ആവാത്ത ഷെയ്ഡ്സിൽ ഞാൻ വീണ്ടും ഒരു കോട്ടും കൂടെയൊക്കെ അടിച്ചിട്ട് ഉണങ്ങാൻ വെച്ചു. സംഭവം ഇതും ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ദിവസവും കൂടെ ഉണങ്ങാനായിട്ട് വെച്ചു. വൈറ്റ് കോട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ദിവസം വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ സ്റ്റിക്ക് അടുത്ത് റീപെയിൻറ്റ് ചെയ്യാനൊക്കെ എടുത്തത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഇതിൽ ഈ റൈറ്റിങ്സ് ഒക്കെ കൊടുക്കുന്നത്. ലിവ്, ലാഫ്, ലവ്, ഡ്രീം, പിന്നെ എന്താ ഹോപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത്രയും വെച്ചിട്ടാണ് ഈ ഒരു മോട്ടിവേഷണൽ ഡിസ്പ്ലേ സ്റ്റാൻഡ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ചില മോട്ടിവേഷണൽ കോട്ട്സ് അല്ലെങ്കിൽ ചില വേർഡ്സ് ഒക്കെ കാണുന്നത് നമുക്ക് ഭയങ്കര ആശ്വാസമായിരിക്കത്തില്ലേ. എനിക്കതുപോലെയാണ് കേട്ടോ. നിങ്ങൾക്ക് അതുപോലെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളുടെ മോട്ടിവേഷണൽ ഡിസ്പ്ലേ സ്റ്റിക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സ്റ്റാൻഡാക്കി എടുക്കണ്ടേ. അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇൻഡോർ പ്ലാന്റ് അതിനകത്ത് നിന്ന് ചീത്തയായത് കാരണം ഇത് ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ആ പോട്ട് നല്ല ഇഷ്ടമായത് കാരണം. അപ്പോൾ അതിനകത്ത് നമ്മളുടെ എയർ ഡ്രൈ ക്ലേ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അകത്ത് കുറച്ച് പേപ്പർ ഇട്ടിട്ട് ഈ എയർ ഡ്രൈ ക്ലേ മുകളിൽ കൊടുക്കുമ്പോഴേക്കും നമ്മളുടെ എയർ ഡ്രൈ ക്ലേ ഒരുപാട് അങ്ങ് വേസ്റ്റായി പോകത്തില്ലല്ലോ. അത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മളുടെ ഈ സ്റ്റിക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം എന്ന് തോന്നി. ഒരു പുൽപ്പരപ്പിൻ്റെയൊക്കെ ഫീലിംഗ് ഇല്ലേ, അത് വരാൻ വേണ്ടിയിട്ട് അതിൽ നന്നായിട്ട് ഒരു പെൻസിലോ, ഞാൻ എൻ്റെ കയ്യിൽ ഷാർപ്പായിട്ടുണ്ടായിരുന്ന ഒരു നീഡിലെടുത്തിട്ടാണ് കേട്ടോ കുത്തിട്ടത്. എന്നിട്ട് അവിടെ അതിനെല്ലാം കുത്തിട്ടതിന് ശേഷം നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റാൻഡിനെ പതുക്കെ ഇറക്കി അതിനകത്തേക്ക് വെച്ചു. പിന്നെ ആ പുൽപ്പരപ്പിനെ ഞാൻ വീണ്ടും കുറച്ച് കുത്തുമൊക്കെ ഇട്ട് റെഡിയാക്കി സംഭവം എടുക്കുകയാണ്. സംഭവം ആ സ്റ്റാൻഡിനകത്ത് വെച്ചപ്പോൾ കുറച്ചും കൂടെ ഭംഗി കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ആ വൈറ്റ് ഒരു പോട്ടിൻ്റെ ആ വൈറ്റ് ഷെയ്ഡും ഇതിൻ്റെ ആ ഗ്രീൻ ഫിനിഷിംഗ് ഒക്കെ വന്നപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. എൻ്റെ ഈ മോട്ടിവേഷണൽ ഡിസ്പ്ലേ സ്റ്റാൻഡ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തൊക്കെ പാകപ്പിഴകളാണ് എൻ്റെ ഈ ആർട്ട് വർക്കിന് വന്നിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.